ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം DQ അഥവാ ദുൽഖർ സൽമാൻ 2025-ലും 2026-ലുമായി വരാൻ സാധ്യതയുള്ളതും വരുന്നതുമായിട്ടുള്ള ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് ആണ്. അതിൽ ആദ്യത്തേത് സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത് റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ് ചിത്രമായിട്ടുള്ള കാന്തയാണ്. ചിത്രത്തിൽ സമുദ്രകനി അതുപോലെ തന്നെ ഭാഗ്യശ്രീ ബോഷെ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നുണ്ട്. ദുൽഖറിന്റെ അടുത്ത ചിത്രം എന്ന് പറയുന്നത് പവൻ സാദിനേനിയുടെ സംവിധാനത്തിൽ തെലുങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആകാശം ലോ ഒക്കത്താര എന്ന ചിത്രമാണ്. നിലവിൽ ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടുള്ള അയാം ഗെയിമാണ്. ഗെയിമിംഗ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ദുൽഖറിന് പുറമെ ആന്റണി വർഗീസ്, പെപ്പെ, അതുപോലെ തന്നെ മിഷ്കിൻ, മോസ്റ്റ് വയലൻസ് മൂവി ആയിട്ടുള്ള കില്ലിലെ പാർത്ത് തിവാരി, അതുപോലെ തന്നെ തമിഴിൽ നിന്നുള്ള കതിർ, ഇവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴിലെ പ്രശസ്ത സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള അൻപർവാണ് അയാം ഗെയിം എന്ന ഈ ചിത്രത്തിൽ സ്റ്റണ്ട് ചെയ്യുന്നത്. പ്രശസ്തനായിട്ടുള്ള റോബർട്ട് മില്ലറാണ് ഈ ചിത്രത്തിന്റെ സ്പോർട്സ് കോറിയോഗ്രാഫി ചെയ്യുന്നത്. നിലവിൽ ചിത്രത്തിന്റെ ഒന്നാം ഘട്ട ചിത്രീകരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവീൺ ചന്ദ്രൻ ദുൽഖർ സൽമാൻ മൂവി പ്ലാനിങ്ങിലുണ്ട് എന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. ആരാണ് പ്രവീൺ ചന്ദ്രൻ എന്ന സംവിധായകൻ എന്ന് നമുക്കറിയാം. സണ്ണി വെയിൻ, നിഖില വിമൽ നായകന്മാരായിട്ട് എത്തിയ പേരെല്ലൂർ എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് പ്രവീൺ ചന്ദ്രൻ. അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ചിത്രങ്ങളാണ് ദുൽഖറിന്റെ കുറുപ്പ്, അതുപോലെ പൃഥ്വിരാജ് നായകനായിട്ടെത്തിയ ഡ്രൈവിംഗ് ലൈസൻസ്, ലൂക്ക, ടിയാൻ, അതുപോലെ ഉറുമ്പുകൾ ഉറങ്ങാറില്ല, ഇതിഹാസ, പട്ടം പോലെ, ഒഴിമുറി, കോളേജ് ഡേയ്സ് എന്നീ ചിത്രങ്ങളിലൊക്കെ ഇദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോ ഇദ്ദേഹവുമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഷൗബിൻ സാഹിറിന്റെ സംവിധാനത്തിൽ DQ നായകനായിട്ടെത്തുന്ന ഒരു ചിത്രം ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. കൂടാതെ ഷമീർ താഹിർ DQ കൂട്ടുകെട്ടിൽ അടുത്ത വർഷം ഒരു ചിത്രം ഉണ്ടാകാനായിട്ടുള്ള അപ്ഡേറ്റ്സുകളും വന്നിട്ടുണ്ട്. കൂടാതെ തെലുങ്ക് സംവിധായകനായിട്ടുള്ള രാം ജഗദീഷിന്റെ സംവിധാനത്തിൽ DQ നായകനായിട്ടെത്തുന്ന മറ്റൊരു ചിത്രത്തിന്റെ അപ്ഡേറ്റ്സും വരുന്നുണ്ട്. ആ ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായിട്ട് എത്തുന്നത് തെലുങ്ക് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ജ്ഞാനിയാണ് എന്നുള്ള അപ്ഡേറ്റ്സുകളും വന്നിട്ടുണ്ട്. അതുപോലെ തെലുങ്കിലെ ഹിറ്റ് സീരീസിലെ ഹിറ്റ് 3 ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ചിത്രം. ഹിറ്റ് 3യിൽ നായകനായിട്ട് എത്തിയത് ജ്ഞാനിയാണ്. അപ്പോ ഹിറ്റ് സീരീസിലെ ഹിറ്റ് 4ൽ നായകനായിട്ട് എത്തുന്ന നമ്മുടെ തമിഴ് നടനായിട്ടുള്ള കാർത്തിയാണ് നായകനായിട്ട് എത്തുന്നത്. ആ ചിത്രത്തിൽ നമ്മുടെ ദുൽഖർ ഒരു ക്യാമിയോ വേഷത്തിൽ എത്തും എന്നുള്ള അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. കാരണം ഹിറ്റ് 5ൽ നമ്മുടെ ദുൽഖർ ആയിരിക്കും നായകൻ എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ പൂജ ഹെഗ്ഡെ ദുൽഖർ സൽമാൻ കോമ്പിനേഷനിൽ ഒരു ചിത്രം ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഭാസ് നായകനായിട്ടെത്തിയ കൽക്കി 1ന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള കൽക്കി 2വിൽ നമ്മുടെ ദുൽഖർ സൽമാനും ഉണ്ടാകും എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം മലയാളത്തിൽ DQവിന്റെ മറ്റ് പടങ്ങളൊന്നും വന്നിട്ടില്ല. അതിനുശേഷം പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് അയാം. അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ സ്റ്റാറായി വളർന്നു കഴിഞ്ഞ നമ്മുടെ DQവിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മൂവിയാണ് ലക്കി ഭാസ്കർ. ലക്കി ഭാസ്കർ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ഒരു ചിത്രമാണ്. അപ്പോ ദുൽഖർ സൽമാന്റെ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.